CPM-ന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് കോൺഗ്രസിനെ നോക്കി കാണുന്നത്? എല്ലാ കാലത്തും പരാജയ ഭീതി വന്നു കഴിഞ്ഞാൽ ഈ അക്രമ പ്രവർത്തനങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അവർ ചെയ്യാറുണ്ട്. അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് സ്വീകരിക്കാം. 2006 ഒരു തെരഞ്ഞെടുപ്പ് KC വേണുഗോപാലും ഒരു അബ്ദുൾ റഹീമുമായിട്ടുള്ള മത്സരം, അന്ന് മുതൽ ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഇത് ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയും, വലിയ പൗരാവകാശത്തെക്കുറിച്ച് സംസാരിക്കുകയും വലിയ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന CPM ഈ കഴിഞ്ഞ ദിവസം വിഷു ദിനത്തിൽ രാവിലെ ഈ തെരുവുനാടക സംഘം നാടകം അവതരിപ്പിക്കാൻ വന്നു, വളഞ്ഞ വഴിയിൽ വന്നു. ആ വളഞ്ഞ വഴിയിൽ ഇറങ്ങിയ ഉടനെ തന്നെ അവരെ ആക്രമിച്ചു, അവരെ തടസ്സപ്പെടുത്തി, അവർ തിരിച്ചയച്ചു. ഇത് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ പോലീസിൽ പെറ്റീഷൻ കൊടുത്തു. പോലീസിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ യോഗം വിളിച്ചു, ഞങ്ങൾ രണ്ടു കൂട്ടരെ വിളിച്ചു. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തണം, എല്ലാവർക്കും ഇതിന് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്ന് പറയുകയും അതനുസരിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്നലെ പോലീസ് പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. അത് കുറുവടികളെ എന്ത് ചെയ്യുക, അതോടൊപ്പം തന്നെ മാരകായുധങ്ങളുമായി വന്ന സംഘമാണ് ഈ പാവപ്പെട്ട കലാകാരന്മാരെ, അവരവരുടെ ഉപജീവനമാണ് കലാകാരന്മാരുടെ. എന്നാൽ ഞങ്ങളുടെ ഒരു ആശയപ്രചരണമാണ്. ഞങ്ങളുടെ ആശയപ്രചരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം പറയാം, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം പറയാം, ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ആക്ഷേപം പറയാം, ആരോപണം പറയാം, വിമർശനം പറയാം. ഇത് ജനാധിപത്യത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതിന് എന്തിനാ ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? അപ്പോൾ സമാധാന അന്തരീക്ഷം തകർത്ത് ഇവിടെ പോളിംഗ് ശതമാനം കുറച്ച് അത് മുതലാക്കാനുള്ള കുൽസിതമായ ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലാണല്ലോ പ്രധാനമായും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റർ കീറിയിട്ടുള്ളത് ആലപ്പുഴയിലെ ന്യൂനപക്ഷ മേഖലകളിലാണ്. വളഞ്ഞവഴിയിൽ ന്യൂനപക്ഷ മേഖലകളിൽ പരിപാടി നടത്തി തടസ്സപ്പെടുന്നു. ഏതെങ്കിലും രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ CPM കേന്ദ്രീകരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ KC-യിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയമുണ്ടോ? ഏതായാലും ഞങ്ങൾക്കൊരു അനുഭവമുണ്ട്. 2006 ഇതുപോലെ LDF സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ആളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കെട്ടുകഥയുണ്ടാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിച്ചു കാര്യങ്ങൾ. പക്ഷേ വലിയ അംഗീകാരമാണ് അത്തവണ KC വേണുഗോപാലിന് ലഭിച്ചത്. ആ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ 19,000 ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വന്ന് വിജയിക്കുന്നത്. അതേ കേന്ദ്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതേ സ്ഥലത്താണ് സംഘർഷം ഉണ്ടാക്കിയത്. ഭൂരിപക്ഷം ഉയരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്താണോ ഈ അക്രമ സംഭവം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും ഭൂരിപക്ഷം ഉയരും. അത് ഇപ്പോഴുള്ള ജനപ്രതിനിധികൾക്ക് ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് എന്റെ ആരോപണം ഇത് MLA, അമ്പലപ്പുഴ MLA കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, അനുവദിക്കില്ല. ഞങ്ങൾ സമാധാന അന്തരീക്ഷം തകർക്കാനില്ല, പക്ഷെ നിയമപരമായ പോരാട്ടം ഇവിടെ തുടരും. ഇവിടെ ഈ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഫ്ലക്സ് ബോർഡുകൾ തകർത്തതിൽ പരാതി കൊടുത്തു. ഇന്നലത്തെ സംഭവത്തിൽ പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയി. എന്ത് പോലീസ് ചെയ്തു എന്നുള്ളത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അവര് കലാപാഹനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി LC സെക്രട്ടറിക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും ഒക്കെ കേസെടുത്തിട്ടുണ്ട്. 10 CPM പ്രവർത്തകർ കേസെടുത്തിട്ടുണ്ട്. പക്ഷെ കേസുകളുടെ വിവരങ്ങൾ പോലും പുറത്തേക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെ എടുത്തു വന്ന് ഇന്ന് പത്രവാർത്ത വരേണ്ടതല്ലേ? ഒരു വർത്തമാന പത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ചാനലുകളിലോ ഒന്നും അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നില്ല. അപ്പോൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ പോലീസ് വിളിച്ചിരുത്തി നിങ്ങളെ ഒരു സമവായ ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ആക്രമണം. അതെ അവിടെയാണ് നമുക്ക് മനസ്സിലാകാത്തത്. അത് പോലീസ് ബോധ്യപ്പെടുന്നു. ഞങ്ങൾ പെർമിറ്റ് ഇല്ലാതെയോ സാങ്ഷൻ ഇല്ലാതെയോ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. അത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആക്രമിക്കാൻ ആക്രമണം നടത്തിയവരെ വിളിച്ചു വരുത്തി കോംപ്രമൈസ് ഉണ്ടാക്കി രണ്ടു കൂട്ടർക്കും സംരക്ഷണം തരും എന്ന് പറഞ്ഞു വിട്ടിട്ട് പോലീസ് സാന്നിധ്യത്തിൽ ഇത്തരം അക്രമം നടത്തി കയ്യോടെ പ്രതികളെ പിടിക്കുമ്പോൾ പോലീസിന് എന്തിനോ ബോധ്യപ്പെടുന്നില്ലേ ഇതിന്റെ പിന്നിലെ വലിയ ശക്തികളുണ്ട്. അതാണ്. അതുകൊണ്ട് ഇത് പ്രാദേശിക നേതാക്കളല്ല, ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് MLAക്ക് പങ്കാളിത്തം ഉണ്ടെന്ന് ഞാൻ ആരോപിക്കുകയാണ്.